തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, അല്ലെങ്കിൽ ചിക്കൻ റൈസ്. അതൊന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ. ഇതുപോലെ കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാള, ക്യാരറ്റ്, ബീൻസ് ഇത്ര മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. കോഴിമുട്ട നല്ല രീതിയിൽ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ നമ്മൾ വറുത്തെടുത്തതാണ്. ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് റോസ് ബ്രാൻഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ബസ്മതി റൈസ് ആണ് കേട്ടോ. റോസ് ബ്രാൻഡിന്റെ ഗോൾഡൻ സെല്ല റൈസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ട്രിപ്ലക്സൽ ലോങ് ഗ്രെയിൻ റൈസ് ആണ് കേട്ടോ. ഇത് റൈസ് ഒരു 95% കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റുന്ന വരെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു റൈസ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല തീയിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോഴാണ് ഫ്രൈഡ് റൈസ് ആ ഒരു പരുവത്തിലെത്തുക. ഇനി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഫ്രൈഡ് റൈസിന്റെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ആണ് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ പഠിച്ചവർക്ക് ഈ ഒരു ചിക്കൻ റൈസിന്റെ രുചി ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. റോസ് ബ്രാൻഡിന്റെ ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ സംഭവം ടേസ്റ്റും വേറെ തന്നെ ലെവലായിരുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.